പുറപ്പാട് പുസ്തകം 31 വായിക്കുന്നു. ഈ 4 മാസത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് നല്ല ബോധനം തിരക്കണമേ. യഹോവ പിന്നെ മോശയോട് കൽപ്പിച്ചെന്നാൽ, ഇതാ ഞാൻ യെഹൂദാ ഗോത്രത്തിൽ ഹൂരിന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും യജ്ഞം വെട്ടിപ്പതിപ്പാനും മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും ഞാൻ അവന്റെ ദിവ്യാത്മാവിനാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു. ഞാൻ ദാൻ ഗോത്രത്തിലെ അഹീസാമാക്കിന്റെ മകനായ ഓലിയാബിനെ അവനോട് കൂടി ആക്കി സകല ജ്ഞാനികളുടെ ഹൃദയത്തിൽ ജ്ഞാനം നൽകുകയും ചെയ്തിരിക്കുന്നു. ഞാൻ നിന്നോട് കൽപ്പിച്ചതൊക്കെയും അവർ ഉണ്ടാക്കും. സമാഗമന കൂടാരവും സാക്ഷ്യപ്പെട്ടകവും അതിന്മീതെയുള്ള കൃപാസനവും കൂടാരത്തിന്റെ ഉപകരണങ്ങളൊക്കെയും മേശയും അതിന്റെ ഉപകരണങ്ങളും തങ്കം കൊണ്ടുള്ള നിലവിളക്കും അതിന്റെ ഉപകരണങ്ങളൊക്കെയും ധൂപപീഠവും ഹോമയാഗപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും തൊട്ടിയും അതിന്റെ കാലും വിശേഷ വസ്ത്രങ്ങളും പുരോഹിതനായ അഹ്റോന്റെ വിശുദ്ധ വസ്ത്രങ്ങളും പുരോഹിത ശുശ്രൂഷയ്ക്കായിട്ട് അവന്റെ പുത്രന്മാരുടെ വസ്ത്രങ്ങളും അഭിഷേക തൈലവും വിശുദ്ധ മന്ദിരത്തിനുള്ള സുഗന്ധ ധൂപവർഗവും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും അവർ ഉണ്ടാക്കും. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്നാൽ, നിങ്ങൾ എന്റെ ശബ്ബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്ന് അറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്ക് നിങ്ങൾക്ക് മധ്യ ഒരു അടയാളമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ശബ്ബത്ത് ആചരിക്കണം. അത് നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു. അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ആരെങ്കിലും അന്ന് വേല ചെയ്താൽ അവനെ അവന്റെ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. 6 ദിവസം വേല ചെയ്യണം, എന്നാൽ 7-ാം ദിവസം സ്വസ്ഥമായുള്ള ശബ്ബത്തിനായി യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. ആരെങ്കിലും ശബ്ബത്ത് നാളിൽ വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി ശബ്ബത്തിനെ നിത്യ നിയമമായിട്ട് ആചരിക്കേണ്ടതിന് ശബ്ബത്തിനെ പ്രമാണിക്കണം. അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാകുന്നു. 6 ദിവസം കൊണ്ടല്ല യഹോവ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയത്. 7-ാം ദിവസം അവൻ സ്വസ്ഥമായിരുന്ന് വിശ്രമിച്ചു. അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്ത് കഴിഞ്ഞ ശേഷം ദൈവത്തിന്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകളായ സാക്ഷ്യപലക 2 അവന്റെ പക്കൽ കൊടുത്തു. ബാർക്കിമോർ.